സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണുള്ളത്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് എന്നിവർ ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, മഴ മുന്നറിയിപ്പിന് ഒരു ശമനമില്ല. മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം ഒരു ആശ്വാസം തന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ അലേർട്ടിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളല്ല വരുന്നത്. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ, ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം? രാഖി, നേരത്തെ വിവിധ ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ സമയത്തേക്കായിരുന്നു റെഡ് അലർട്ട്. അതിൽ നിന്നും മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുക എന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. എന്തായാലും ജാഗ്രത വേണം. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ മഴയുടെ ഭാഗമായിട്ട് വന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ നിന്ന് തെളിഞ്ഞ ആകാശമാണ് നിലവിലുള്ളത്. മഴ നിലവിൽ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ കിഴക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ, മലയോര മേഖലകളിലൊക്കെ വരുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ മലയോര മേഖലയിലൊക്കെ ശക്തമായ രീതിയിൽ മഴയുണ്ട് എന്നൊരു വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെ മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പം ശാസ്ത്ര നിരീക്ഷകൻ രാജഗോപാൽ കമ്മത്ത് കൂടി ചേരുകയാണ്. ശ്രീ രാജഗോപാൽ, ഈ മഴ മുന്നറിയിപ്പ് നമുക്ക് ഒരു എന്താണ് ആശ്വസിക്കാനുള്ള വക നൽകുന്നില്ല എന്നുള്ളതാണ്. ഇന്നും രാവിലെ 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ടായിരുന്നു. ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുന്നു. പല ഇടങ്ങളിലും വെള്ളക്കെട്ട് ഒഴിയുന്നുമില്ല. അങ്ങനെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. എത്ര നാൾ കൂടി നമ്മൾ ഇത്തരത്തിൽ ഒരു ആശങ്കയിൽ തുടരേണ്ടി വരും? അടുത്ത ഒരു 2 ദിവസം കൂടി മഴയുടെ ആഘാതമുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ആഘാതം കൂടുതൽ. കാരണം ഇപ്പൊ തന്നെ ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ കേരളമെമ്പാടും മേഘങ്ങൾ രൂപീകരണം, അതുപോലെ തന്നെ അറബിക്കടലിന്റെ ഭാഗത്തും കേരളത്തിന്റെ തീരദേശ ഭാഗത്തൊക്കെ വലിയ മേഘങ്ങളുടെ രൂപീകരണം നടന്നിട്ടുണ്ട്. അത് പതിയെ കേരളത്തിന്റെ ലാൻഡ് മാസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഉച്ച കഴിയുമ്പോൾ, ഇപ്പൊ തൽക്കാലം ഈ തീരദേശ മേഖലകളിലാണ് മഴയെങ്കിലും ഉച്ച കഴിയുമ്പോൾ ഇത് ഘാട്ട് ഏരിയയിലേക്ക് കയറും. ഇതിനകത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കി, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലഭാഗങ്ങൾ, അതുപോലെ വയനാടിന്റെ മലഞ്ചെരിവുകൾ, അതായത് വയനാടിന്റെ പടിഞ്ഞാറൻ മലഞ്ചെരിവുകൾ, പിന്നെ പത്തനംതിട്ട, കോട്ടയത്തിന്റെ മലഞ്ചെരിവ് ഭാഗം ഒക്കെയാണ് ഇപ്പോൾ വൾണറബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടങ്ങളിൽ ഇപ്പൊ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ മഴ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വെള്ളമെല്ലാം കൂടി ഒഴുകി വരുന്നത് നദികളിലേക്കാണ്. മീനച്ചിലാറും മറ്റ് പമ്പയിലേക്ക് ഒഴുകി വന്നിട്ട് വീണ്ടും കുട്ടനാട്ടിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. 2-3 ദിവസം കഴിഞ്ഞ് കുട്ടനാട്ടിലേക്ക് ഒഴുകി പോകും, ഈ കാടിൽ വെള്ളം ഇറങ്ങി വന്നിട്ട്. അതുപോലെ തന്നെ അണക്കെട്ടുകളിലും നല്ല ജലമൊഴുക്കുണ്ടാവും. ഇപ്പോൾ ഇന്നലെ രാത്രിയും കാച്ച്മെന്റ് ഏരിയകളിൽ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഒഴുക്ക് ഡാമുകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഈ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ഇടവിട്ട് ഇപ്പോൾ ഒരു സായാഹ്നം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും രാത്രിയിൽ, അതായത് ഈ മേഘഭാഗങ്ങളിൽ ഈ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയും. ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുമ്പോൾ ഈ വരുന്ന കാറ്റിന്റെ തീവ്രത കൂടുന്നുണ്ട്. ഇപ്പോൾ പസഫിക്കിൽ ഇപ്പോൾ 5 ന്യൂനമർദ്ദ പ്രദേശങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിൽ ഒരെണ്ണം വലിയ ടൈഫൂണാണ്, ഡോൾഫിൻ എന്ന് പറയുന്ന ടൈഫൂൺ. 3 ചെറിയ പ്രദേശങ്ങളാണ്. അതിപ്പോ ടൈഫൂണായി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വലുതൊരെണ്ണം കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ 5 പ്രദേശങ്ങളുടെ ഇഫക്റ്റ് കേരളത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം കാറ്റിന്റെ ഗതി വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സായാഹ്നങ്ങളിലാണ് കാറ്റിന്റെ തീവ്രത കൂടുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് മലമ്പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നത്.
ഇപ്പോൾ അടുത്ത ദിവസം 9-ാം തീയതിയൊക്കെ ആകുമ്പോൾ നമ്മുടെ തീരദേശ മേഖലകളിൽ കൊല്ലം വരെയുള്ള തീരദേശം, എറണാകുളം മുതൽ കൊല്ലം വരെയാണ് അത് വ്യാപിക്കാൻ പോകുന്നത്. ആലപ്പുഴ, കോട്ടയത്തിന്റെ ഭാഗങ്ങളിലും തീവ്രമായ മഴ ലഭിക്കും. അപ്പൊ ആ സമയത്ത് പിന്നീട് കുറച്ചു നേരമാണ് ഈ മലമ്പ്രദേശങ്ങളിലും മഴ ലഭിക്കുക. പക്ഷെ ഈ അക്യൂമുലേറ്റഡ് റെയിൻഫോള് കൂടുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്നത് തുടർച്ചയായ കുറെ ദിവസങ്ങളിൽ മഴ ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. പിന്നീട് നമ്മളൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, ഇടുക്കി, കോട്ടയം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ലോക്കലായിട്ട് ചിലയിടങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതാണ് ഈ പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നത്. ഒരു നിശ്ചിത ഇടത്ത്, ഇപ്പോ ചെറുതോണി അല്ലെങ്കിൽ സീതത്തോട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചിലയിടങ്ങളിൽ, ചില നിശ്ചിത ഇടങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും ഈ റെയിൻ ഗേജും മറ്റ് കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് നമ്മുടെ നിരീക്ഷണങ്ങൾ അപര്യാപ്തമാണ്. വയനാടിന്റെ മലമ്പ്രദേശങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. നാളെ കഴിഞ്ഞാൽ അത് തെക്കൻ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന, പ്രത്യേകിച്ച് തീരദേശത്ത് കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ 9-ാം തീയതി വരെ നമുക്ക് ആശ്വസിക്കാൻ വകയില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, കേരളം എമ്പാടും മഴയാണ്. 7-ഉം 8-ഉം 9-ഉം കേരളം എമ്പാടും മഴയായിരിക്കും. ഇടവിട്ട് മഴകളായിരിക്കും നാളെയും മറ്റന്നാളെയും ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് നമുക്കൊരു ചെറിയ ഗ്യാപ്പുണ്ട്, 2-3 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ചെറിയ മഴകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു 15 കഴിഞ്ഞിട്ട് 16 മുതൽ അല്പം കൂടി വർദ്ധിക്കും. അതായത് ഈ 6, 7, 8 തീയതികളിൽ പെയ്ത മഴയല്ല, പക്ഷെ എന്നാലും മഴ ലഭിക്കും. പിന്നീട് ഈ പസഫിക് ടൈഫൂണിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഈ രീതിയിലുള്ള ശക്തമായ മഴ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം 3 എണ്ണം, ഒരെണ്ണം ഡിസിപ്പേറ്റ് ചെയ്ത് ഫിലിപ്പൈൻസിന്റെ ഭാഗത്ത് പോയി, പക്ഷേ വിയറ്റ്നാമിന്റെ ഭാഗത്ത് പോയി. പക്ഷേ വേറെ 2 എണ്ണം കൂടി പ്രോബബിലിറ്റി പറയുന്നുണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അത് കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്ത്, പസഫിക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അങ്ങനെയെങ്കിൽ അതിന്റെയും ഇഫക്റ്റ് നമുക്ക് ഡോൾഫിന്റെ ഇഫക്റ്റ് പോലെ അതിന്റെയും ഇഫക്റ്റ് നമുക്ക് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിപ്പോ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അതിന്റെ എത്രത്തോളം തീവ്രത പ്രാപിക്കുന്നു എന്നുള്ളത്. പടിഞ്ഞാറൻ പസഫിക്കിലെ അവസ്ഥകളും ഇവിടുത്തെ അവസ്ഥകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ മലഞ്ചെരിവുകളിൽ ഇപ്പോഴത്തെ അലർട്ടുകളുടെ അപര്യാപ്തതയെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഇപ്പോ തീരദേശത്ത് ഇപ്പോൾ റെഡ് അലേർട്ട്, ഒരു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇടുക്കിയിൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് റെഡ് അലേർട്ടിന് സമാനമാണ്. കാരണം ഇമ്പാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി സ്കെയിലാണ് നമുക്ക് വേണ്ടത്. എത്രത്തോളം ഇമ്പാക്ട് ഒരു റെഡ് അലേർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പാക്ട് ഇടുക്കിയിലുണ്ടാവും, അല്ലെങ്കിൽ പത്തനംതിട്ട, വയനാട് ഉണ്ടാവും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു അലർട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കേരള റെയിൻഫോൾ ഇന്റൻസിറ്റി ഇമ്പാക്ട് സ്കെയിൽ എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ ഞാൻ കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. വളരെ പ്രയാസപ്പെട്ട് രൂപീകരിച്ചാണ് അത്, ചീഫ് മിനിസ്റ്റർ നൽകിയിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കാമത്ത് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. 9-ാം തീയതി വരെ മഴ ഇങ്ങനെ ഇടവിട്ട് വളരെ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രത ആരും കൈവിടരുത്. അതുതന്നെയാണ് അദ്ദേഹവും ശാസ്ത്ര നിരീക്ഷകൻ പങ്കുവച്ച വിവരം. എന്തായാലും നമുക്ക് ഇടുക്കിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടുത്തെ ഇന്നത്തെ സ്ഥിതിഗതികൾ എന്താണ്, മഴ എങ്ങനെയാണ്, മണ്ണിടിച്ചിൽ ആശങ്ക ഉണ്ട്, നമുക്കത് വളരെ വിശദമായി തന്നെ നോക്കാം. ഇടുക്കിയിൽ എന്തായാലും സുബിൻ കൂടെയൊക്കെ പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം തന്നെ അവിടുത്തെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് സുബിൻ? മണ്ണിടിച്ചിൽ ആശങ്കയൊക്കെ ഉണ്ടോ? രാഗി, ഇപ്പോഴും ആശങ്ക ഒഴിവായിട്ടില്ല. ഇടുക്കി ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് വീണ്ടും മഴ ശക്തി പ്രാപിച്ചത്. ഇപ്പോഴും അത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് തോട്ടം മേഖലയ്ക്കാണ്. ഈ അതിർത്തി മേഖലകളിൽ അതിശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. രാവിലെ മുതൽ തന്നെ പരക്കെ കാറ്റ് വീശുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം. വൻമരങ്ങളൊക്കെ ഉള്ള തോട്ടങ്ങളാണ്, വലിയ തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ കടപുഴകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിപത്തുകൾ ഉണ്ടാക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഒന്നെങ്കിൽ പണികൾ പൂർണ്ണമായും നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ അത്രത്തോളം ജാഗ്രത പാലിക്കുകയോ ചെയ്യണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ തൊഴിലാളികൾക്ക് നിലവിൽ തൊഴിൽ ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി തോട്ടം തൊഴിലാളികൾ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ജാഗ്രത തുടരുകയാണ്.
തുടരുകയാണ്. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ജില്ലയിൽ പല പ്രദേശങ്ങളിലും ശക്തമായി മഴ പെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാത്രികാല യാത്രാ നിരോധനത്തിനും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണവും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോഴും തുടരുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ നിരോധനം തുടരുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഈ ജില്ലയിലെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നീരൊഴുക്ക് ശക്തമായി തന്നെ ഉണ്ടെങ്കിൽ പോലും അത് അപകട നിലയിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ എന്തായാലും ജില്ലയിൽ നിലനിൽക്കുന്നില്ല. അതേസമയം മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജാഗ്രത, കൂടുതലായി ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. യെസ്